ഒക്കെ ഉച്ചയൊക്കെ ആയപ്പോൾ അങ്ങനെ സ്നോഫോൾ പെയ്യൽ തുടങ്ങി. ഇങ്ങോട്ട് നോക്കി അന്തരീക്ഷം ആകെ വേറെ നിവർത്തില്ല ഗായ്സ്. Oh guys, what a beautiful place of the end of country of Kerala of Jammu Kashmir. എല്ലാ മച്ചവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗുൽമർഗിൻ്റെ മുന്നിലുള്ള ടെങ്മർഗ് എന്ന സ്ഥലത്താട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ട്രങ്ക് അതിൻ്റെ ഷോർട്ട് നെയിം എന്തോ ആണ്. ടെങ്മർഗ് എന്ന ശരിക്കുള്ള പേര്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടലിലാണുള്ളത്. ഹോട്ടൽ ഇവിടെ നോർമൽ ലോക്കൽ ഹോട്ടലൊന്നും കിട്ടില്ല കേട്ടോ. നമ്മളിവിടെ 700 റുപ്യ കൊടുത്തിട്ടാണ് ഡോർമെട്രി ആയിട്ടുള്ള സംഭവം. ഇതാണ് ഡോർമെട്രി. ഈ റൂം കണ്ടെങ്കിൽ ഈ റൂമിൽ ഒരു കട്ടിൽ, 2 കട്ടിൽ, 3 കട്ടിൽ. നമ്മളതിൻ്റെ ഉള്ളിൽ വേറെ ഇതുണ്ട്. അവിടെ ഒരാൾ കടന്നുറങ്ങുന്നുണ്ട്. ഞാൻ അയാളെ സ്വീപ്പ് ആക്കേണ്ടെന്ന് കരുതിയിട്ടാട്ടോ നമ്മൾ അവിടുന്ന് വ്ളോഗ് ചെയ്യാത്തത്. പിന്നെ അവിടുത്തെ കശ്മീരികളെ കുറേ പുരാതന ഫോട്ടോസൊക്കെ ഉണ്ട്. പണ്ട് അവർ എന്തോ പാത്രങ്ങളൊക്കെ ചട്ടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്താ സംഭവം, വേറെ സംഭവം വയറ് മുതൽ ഒക്കെ ട്രഡീഷണൽ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ പെണ്ണുങ്ങൾ കൃഷി ചെയ്തിരുന്ന ആൾക്കാർ അതിനുള്ള അതൊക്കെ പാത്രം ഉണ്ടാക്കുന്ന സംഭവം തോന്നുന്നുണ്ട്. ഇത് കച്ചവടക്കാർ, ഇതും കച്ചവടക്കാർ ഉണ്ടോ. ഒരു അടിപൊളി സെറ്റപ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കത്തിയാണ്, നല്ല ചിലവാട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്, മേലത്തെ ഫ്ലോറിലാണുള്ളത്. ഇതൊക്കെ റൂമാണ് കേട്ടോ. പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ നല്ല ആ ചായക്കടയിൽ നിന്ന് ചായ അടിച്ചു കേട്ടോ. രാത്രി 20 റുപ്യ ചായക്ക്. പിന്നെ അതേമാതിരി കടിക്ക് 20 റുപ്യ. അത് ഭയങ്കര ചാമ്പലാണെന്ന് അയാൾ തന്നെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഗ്യാസും കുറ്റിക്ക് 2100 റുപ്യാണ് ഒരു ഗ്യാസും കുറ്റിക്ക്. നമ്മുടെ നാട്ടിലെ ഒരു 1000 റുപ്യക്കൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ 20 റുപ്യക്ക് നഷ്ടമല്ല ആർക്ക്, ഓൽക്ക്. നമുക്ക് എന്തായാലും നഷ്ടം തന്നെയാണ്. നമുക്ക് പോലെ ഗ്യാസും കുറ്റിൻ്റെ ചിലവാറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടിഭാഗം കേട്ടോ. അവിടെ വലിയൊരു ഹോട്ടൽ സെറ്റപ്പൊക്കെ ഉണ്ട്. രാവിലെ ആയിട്ട് ആരും ഇല്ല. അപ്പോൾ നമ്മളിന്ന് ഫുൾ പാക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫുൾ പാക്ക് ചെയ്യുക, നേരെ ഗുൽമർഗ് 10 കിലോമീറ്റർ ഉള്ളൂ. ഗുൽമർഗ് പോയിട്ട് വേണം. ഒരാൾ കടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഈ ബെഡിനൊരു പ്രത്യേക ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ 600 റുപ്യ 700 റുപ്യ കൊടുത്തതിൽ ചെറിയ മെച്ചുണ്ട്. അതായത് ഹീറ്റിംഗ് പറഞ്ഞ സംഭവമുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ സ്വിച്ച് ഇട്ടാൽ ഇവിടെ പ്ലഗ് കുത്തിയാൽ നേരെ ഈ സംഭവമാണ്. ഈ സംഭവം ഈ ഒറ്റ വിരി മതി ഇവിടെ ആകെ ചൂടാക്കാൻ കേട്ടോ. നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോൾ നല്ല ചൂടോടെ കടന്നുറങ്ങിയത്. നമ്മളെ പുറം ചന്തി ഭാഗമൊക്കെ നല്ല ചൂടിങ്ങനെ എടുക്കും. നല്ല ഇത് പ്ലഗ് കുത്തിയാണ്ടുള്ളൊരു സംഭവമാണ്. സംഭവം ഇത് വാങ്ങിയാൽ ഒരു പ്ലഗും വേണം കടന്നുറങ്ങുമ്പോൾ. നല്ല സുഖമാണ് കടന്നുറങ്ങാൻ. അതായത് അടിഭാഗം മൊത്തം, ബെഡ് മൊത്തം ഇങ്ങനെ ചൂടാവും. മെച്ചാണ് കേട്ടോ. അങ്ങനെ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ട്. പൈസ എണ്ണി കൊടുക്കണം, വെറുതെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഗുൽമർഗൊക്കെ പോവുക കേട്ടോ. ഫുൾ പാക്ക് ചെയ്യുക, നേരെ ഗുൽമർഗ് പോവുക. ഇതിന് മുമ്പ് ചായ എന്ന് വിളിക്കണം. അപ്പോൾ നേരെ ഗുൽമർഗ് കൂട്ടാം കേട്ടോ. മച്ചന്മാരങ്ങനെ നമ്മൾ ഗുൽമർഗ് കയറി കേട്ടോ. ഗുൽമർഗ് കയറിയപ്പോൾ ഗുൽമർഗ് ഇനിയുണ്ട് 9 കിലോമീറ്റർ. പക്ഷേ റോഡ് സൈഡിൽ മൊത്തം സ്നോഫോളാണ്. സ്നോഫോൾ പെയ്തത് അങ്ങനെ കിടക്കാണ് കേട്ടോ. സ്നോഫോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അതൊക്കെ എപ്പോഴാണ് വീണെന്ന് അറിയില്ല. ഇപ്പോൾ രാത്രി കാര്യങ്ങളൊക്കെ വീണത് നമ്മൾ കാണില്ല കേട്ടോ. എപ്പോഴാണ് വീണത് കാണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിന്. നമ്മൾ വല്ല ചുളിവിലാണ് കയറി പോകുന്നത്. ബൈക്കാർക്ക് ഉണ്ടോ അറിയില്ല, ചുളിവിൽ കയറി പോകുന്നത്. കാറാരോടൊക്കെ പൈസ വാങ്ങുന്നുണ്ട് 10-20 റുപ്യൊക്കെ ആയിട്ട്. വെറുതെ വാങ്ങുകയാണ് തട്ടിപ്പ്. അപ്പോൾ വെറുതെ ഓരോന്ന് ഓടിച്ചിട്ടുണ്ട്. മാണെങ്കിൽ കയറിപ്പോടാ, അങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ട് കേട്ടോ. അവിടെ അനിയന് വണ്ടി വരണില്ല. അപ്പോഴാണോ അവൻ്റെ ഓണടി. നമ്മളിനി കണ്ടത്ത് കിറക്കണോ ഏതാ മോനൊക്കെ എത്താണോ നോക്കണേ. കുത്തി വിടലേക്ക് എടുത്തോണ്ട് പോടോ. ടാക്സിക്കാരാണ് കേട്ടോ ഒച്ചിമ്പുളി നായാട്ട്. ഫുള്ള് ചൊരയാണ് കേട്ടോ എപ്പോഴും. പിന്നെ ഈ ഐസൊക്കെ വീണിട്ട് 2 ദിവസം ആയ മാതിരി ഉണ്ട്. നല്ല കട്ട അയക്കണം കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഐസൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ബൈക്കിലൊരു ചങ്ങായി വെറുതെ ബ്ലോക്കാക്കിയാണ് കേട്ടോ കണ്ട്. അപ്പോൾ അത്
കേട്ടോ. മരത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആകെ മഞ്ഞ് കഴിക്കാറ് കേട്ടോ. ഇത് ക്രിസ്മസ് ട്രീ ആട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താ അറിയില്ല. ആണ് ക്രിസ്മസിൻ്റെ ട്രീ ആണ് ഈ കാണുന്നത്. കട്ട മഞ്ഞാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. മൈനസാണ്. -2 -3 മൈനസ് ഡിഗ്രി. അതിനൊക്കെ കാറാരം ഹൗവാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അതിന് ഫൈൻ എന്നൊക്കെ പറഞ്ഞ് വിട്ടിക്കണേ. പിന്നെ അതേമാതിരി ഇവിടെ സ്നോക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഷൂ ഇടണം. ഷൂ ഒരു ജാക്കറ്റൊക്കെ ഉണ്ട്. ആ സംഭവത്തിന് 200 റുപ്യ റെൻറ്റ് കൊടുക്കണം. അതൊന്നും വാങ്ങിയിട്ടില്ല. എക്സ്ട്രാ ചിലവാണ്. നമ്മളത്തെ ഏതായാലും നല്ലൊരു ഷൂ ഇട്ട് നമ്മൾ പോകുന്നത് ഏതായാലും. പക്ഷെ അതൊക്കെ മുങ്ങും. അതൊക്കെ ചെരുപ്പൊക്കെ മുങ്ങും നമ്മൾ സ്നോഫോളിൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷൂ എടുക്കാൻ പറയണതിൽ. വലിയ ഷൂ ഉണ്ട്. നമ്മളെ പാള ഷൂസില്ലേ, നമ്മൾ ചാണകത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടുന്ന ഷൂ ഉണ്ട്. ആ ഷൂ ഇടണമെന്നാണ്. പഠിച്ചോനെ ഈ മുമ്പത്തെ ടീംസ് ഫുള്ള് മലയാളീസ് കേട്ടോ. വല്ലാത്ത ഹോട്ടടി എടുത്ത് പോടാ പറഞ്ഞപ്പോൾ എവിടുന്നാ വരുന്നേന്ന്. കേരളത്തിൽ നിന്നാണ് പറഞ്ഞത് നമ്മള്. സീന് കാറ് കത്തിയല്ല. അയക്ക് മറ്റേ അതിൻ്റെ ഒക്കെ വെള്ളം പറഞ്ഞ കേട്ടോ. ഇതിന് പറയല് എന്തോ പറയും. കാർപ്പറേറ്റർക്ക് വെള്ളം പറഞ്ഞ കേട്ടോ. ഇതാ ഛർദ്ദിച്ചാൻ വേണ്ടി നിർത്തിക്കണം വേറെ ടീംസ്. മലയാളീസൊക്കെ ഇഷ്ടംമാരുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ബൈക്കും കാറും നമ്മള് ബൈക്ക് ഓട്ടി വരുന്ന ആൾക്കാരൊക്കെ വളരെ കമ്മിയാണ്. വലിയ എന്താ പറയുക, ടാക്സി എടുത്തിട്ടാണ് കുറേ ആൾക്കാർ വരുന്നത്. ടാക്സി എടുത്തിട്ട് പൈസ ചിലവ് അങ്ങനെ ചുരുക്കാൻ നോക്കുകയാണ്. എന്നാലും അതും ഇതൊക്കെ ഏകദേശം സെയിമായി. കാരണം ടാക്സിക്ക് നല്ല പൈസ ഇറക്കേണ്ടി വരും. സ്ഥലം വേറെയാണിത്. ഇവിടെയൊക്കെ നോക്കൂ, വെള്ള മലകൾ, വെള്ള പുതച്ച മലകൾ. നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനി ഒരുപാട് പോകാണ്ട്. വണ്ടി പോണ സ്പീഡ് കേട്ടോ 20 km/h ഒക്കെ പോണേ. 20 km/h. ഇവിടെ ഭയങ്കര -ഡിഗ്രിയാണ്. പിന്നെ ശ്വാസമൊക്കെ വളരെ കുറവാട്ടോ. വളരെ കുറവാണ്. പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. നല്ല സീനാണ്. മരങ്ങളൊക്കെ സൈസ് നോക്കി. മരങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ശ്വാസം കിട്ടണമെന്ന് അവിടെ എഴുതി ചെയ്യണം കേട്ടോ. ബഹുത് ബഡിയ സാർ എന്നാണ് ഹിന്ദിക്കാർ നമ്മളോട് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരൂ സഹോദരരെ. ഓ അങ്ങോട്ട് നോക്കൂ, ആ മരങ്ങളുടെ ഇല്ലിട്ട്. നിങ്ങളിത് കാണുക. ഹിന്ദിക്കാർക്ക് നോക്കി കാണുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. നമ്മൾ കേരളത്തിൽ നിന്നും ഇത്ര ദൂരം വാഹനം ഓടിച്ചു വന്നത് ഒരു അത്ഭുതം തന്നെയാണോ ഗായ്സ്? ആണോ? ആണെങ്കിൽ നിങ്ങൾ ആണെന്ന് കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ ആണെങ്കിൽ കമന്റ് ചെയ്യൂ. ഈ വണ്ടി ഓടിച്ചു വന്നതാണ്. അതാണ് സംഭവം. ഏതാണ് വണ്ടി നോക്കൂ. ഡിയോ DS4. അത് വേണ്ടല്ലേ. ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിച്ചിട്ട്. പക്ഷെ അതിലൊക്കെ ആകെ മഞ്ഞും കട്ടയാണ്. ചന്തിപൊളി. അങ്ങോട്ട് നോക്കുക. ഇത് നിങ്ങളിത് കാണുക. ഓ ഗായ്സ്, oh guys, what a beautiful place of the end of country of Kerala of Jammu Kashmir. ഗായ്സ് റോഡിലൊക്കെ ഐസാണ് കേട്ടോ. ഐസ് കട്ട പിടിച്ചാണ്ട് വണ്ടി പോയി ചളി പിടിച്ചതാണ് ഈ കാണുന്നത്. വണ്ടി സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചിറങ്ങിക്കോട്ടോ. അപ്പോൾ ഇതാണ് ഗുൽമർഗ് കയറുന്ന സ്ഥലം അല്ലേ. ഗുൽമർഗിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടോ. അവിടെ പാർക്ക് ചെയ്യാനുണ്ടോ പോലീസുകാരും പറഞ്ഞത്. അപ്പോൾ ധീരതയോടെ എന്നാ പറഞ്ഞത്. आगे से ले लो नीचे. लेकिन आराम से लेना. इधर लगाना, लेकिन यहाँ से आराम से. धीरे धीरे करो. चलो कोई. यहाँ से धीरे इस पे चलना. इधर പതുക്കെ ഇറക്കി കേട്ടോ. പതുക്കെ ഇറക്കിക്കോ. നല്ല സ്ലിപ്പ് ആവുമെന്നാണ് പറയണത്. എന്തൊക്കെയോ പുലമ്പുന്നു. ഒന്നുമേ തെരിയില്ലേ. ആറാംസെ പറഞ്ഞ സമാധാനത്തോടെ.
ബസ്സിൻ്റെ സ്റ്റാൻഡ് സെൻറ്റർ ഇടണോ? വണ്ടി സെറ്റിൻ്റെന്നോട് आगे घूमने जाना है, सामान वामान कहीं रखना है। आगे गुलमर्ग घूमने जाना है ना। हाँ ये सामान यहीं तो नहीं रख के जाओगे बाइक के ऊपर? सामान इधर मुश्किल है। आगे घूमने जाओगे ना हाँ गुलमर्ग, हाँ ये तो पार्किंग है। हाँ इधर पार्किंग। हाँ देर स्लो स्कीइंग पॉइंट, स्टॉपर वैली, केबल कार, हाँ खिलन मार्ग, महाराजा पैलेस, हाँ साइट सीन। सामान सेफ है इधर? सामान सेफ इधर नहीं। इधर क्या कहें, दिन में पार्किंग गाड़ियाँ लगेंगे, हम क्या कह सकते हैं सेफ है या नहीं है। लेकिन इतना कर सकते हैं, वहाँ शॉप पर रख सकते हो। हाँ शॉप पर, शॉप हाँ हम बता देंगे कहाँ पर रख दो, जो वापसी में रिटर्न में ले सकते हो। എടുത്തു. അതിന് വേറെ കളറുമാണ്, ഒരു റെഡ് കളറും. ഈ ദൂസര കളർ മിലേഗാ? നല്ല രസമുള്ള കളർ എടുക്കുക, വീഡിയോ എടുക്കാനുള്ളതല്ലേ. കളർഫുൾ ചായേ. ബ്ലാക്ക് നോക്കിയാ മലകൾ കണ്ട നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കട്ട സപ്പോർട്ടായിട്ടുള്ളൊരു ടീമാണ്. സപ്പോർട്ടെന്നല്ല, എങ്ങനെ ചാമ്പാന്നുള്ളൊരു ചിന്തയിലാണ് അവരൊക്കെ ഉള്ളത്. ഇത്ര കൂടാണ് കുടുങ്ങിയ ഇവിടെ കുടുങ്ങി കുടുങ്ങിയത്, ഇവരെ സൗര്യക്കേടാണ്ടോ കുടുങ്ങിയത്, അജ്ജാതി സൗര്യക്കേട്. അങ്ങോട്ടൊക്കെ വണ്ടി പോട്ടോ, വേറൊരു പൊട്ടന്മാരെ ഇവരെ ഓരോരോ വേറൊരു ഉടായ്പാണ്. ഉടായ്പ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേതലാണ് ഈ ആൾക്കാരെങ്ങനെ അങ്ങനെ ഒരു എളുപ്പം നാടില്ലാതെ പിയ്യ. ഏതായാലും ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളത്. ഇതുമാതിരി ഓല് നമ്മളെ വലിച്ചു കൊണ്ടുപോകും ഒരു സാധനത്തുമാതിരി. അതിനാണ് അതിനാണ് എത്ര പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ 2000 രണ്ടാക്കി, പിന്നെ 800 റുപ്യയാക്കി ഓരോരുത്തർക്ക്, പിന്നെ അത് കഴിഞ്ഞ് അവസാനം 1000 ആക്കി. ഓ എൻ്റെ അമ്മേ അയ്യാ തണുപ്പുണ്ടല്ലോ കേട്ടോ. ഇവര് ഇത്ര കൂടാണ്, ഇവര് വിടണില്ല നമ്മളെ, അതാണ് പ്രശ്നം. ഇവര് ഒരട്ടം പറഞ്ഞ് ഒഴിവാക്കാണ് തരക്കേടില്ല. ഇതിങ്ങനെ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ മനസ്സിലാണില്ല, അവര് പറഞ്ഞാൽ മനസ്സിലാണില്ല, ആകെ കുടുങ്ങി കിടക്കാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ പൊന്നാര മക്കളെ, നമ്മൾ ഗുൽമർഗ് എന്ന സ്ഥലത്തെത്തിയിട്ടോ. ഗുൽമർഗിലാകെ മഞ്ഞാണ്, പക്ഷെ സ്നോഫോളൊന്നുമില്ല. ഈ മല വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കണത്. ഈ മല നിലത്ത് കൊഴിഞ്ഞ് നടക്കണ ഈ മഞ്ഞും കട്ടി. ഓ നമ്മൾ കുറച്ച് നടക്കാറിങ്ങിട്ടോ. ഇവരൊരു സ്കേറ്റിംഗ് അല്ല, ഒരു നമ്മളെ നാട്ടിലെ പാളുണ്ടല്ലോ, ഈ കവുങ്ങ് വന്ന് കൊഞ്ഞാടുന്ന പാളുണ്ടല്ലോ, ആ പാളയിൽ പണ്ട് ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ ഇരുത്തിയാണ്ട് വലിച്ചുണ്ടാവില്ലല്ലോ, ആ പരിപാടി ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ പാളല്ല, മരക്കഷ്ണം വെച്ചിട്ട് ഞങ്ങൾ ഇഷ്ടംമാതിരി വലിച്ചും. അതിന് ഗവൺമെൻറ് 2500 പറയണത്, പിന്നെ 2000 ആക്കി, പിന്നെ 1500 ആക്കി. ഇവരായതുകൊണ്ട് 1000 റുപ്യയൊക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 500 റുപ്യയൊക്കെ ഇറങ്ങി. അതെന്താ വെച്ചാൽ 2-3 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള അത്രയെന്നൊക്കെ അവർ പറഞ്ഞത്. അതായത് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകും. ഈ ഏരിയ മൊത്തം കണ്ടില്ല ഞങ്ങൾ, ഏരിയ മൊത്തം വലിച്ചുകൊണ്ടുപോകും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് പലജാതി 6 തരം പരിപാടികളുണ്ട്. സ്കേറ്റിംഗ് ഉണ്ട്, പിന്നെന്താ ട്രാൻസ്പോർട്ടോ അങ്ങനത്തെയൊക്കെ അണ്ടി തേങ്ങി മാങ്ങൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിച്ചുകൊണ്ടുപോകണം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. നല്ല സ്പീഡ് വലിച്ചുകൊണ്ടുപോകും, നല്ല പൈസ കൊടുത്താൽ നല്ലോണം വലിച്ചും. അങ്ങനെയൊക്കെയാണ് ഇവരിലൊക്കെ ഈ പാള വലിച്ചാണ്ടുള്ള പൈസ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ അവിടെ. അതൊക്കെ അവർ ജീവിതമാർഗ്ഗമാണ്, നമ്മളെ അവരെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ നല്ല ചാമ്പലാണ്, നല്ല പൈസ എങ്ങനെ പിടിച്ച് വലിച്ചാന്നുള്ളതാണ്. എത്ര നേരമായി അറിയാം, നമ്മളവിടെ നിന്ന് വണ്ടി നിർത്തിയാൽ തീരെ സേഫ്റ്റി വളരെ കുറവാണ്, സാധനം അടിച്ചു മാറ്റുമെന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ഓല് ആദ്യം അതൊക്കെ റെഡിയാക്കി തന്നു കഴിഞ്ഞിട്ട് ആ കടൻ്റെ മുമ്പ് വെക്കണോണ്ട് ആ കടയിൽ നിന്ന് നമ്മൾ ജാക്കറ്റും ഷൂവും ഈ ഷൂ ഇടണം. കാരണം ഇത് മഞ്ഞിക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഷൂ പറഞ്ഞാൽ ഇത്ര ചെറുതായി കാരണം, അപ്പോൾ ഇത് ഇത്രയും ഉണ്ടാകുമ്പം. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല, നല്ല കോടലോടത്തേക്ക് നമുക്ക് പോകണം. അവിടെ പോകുമ്പോൾ നമുക്കിത് വേണ്ടി വരും. അപ്പോൾ നമ്മൾ കാല് പൂണ്ട് പോകുമ്പോൾ നമ്മൾ ഷൂവിൻ്റെ ഉള്ളിലേക്കായ പിന്നെ ആകെ കുടുങ്ങും, ഒത്തും കാട്ടാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒന്നും വലിയ മഞ്ഞൊന്നും ഇല്ല കേട്ടോ. വലിയ മഞ്ഞ് ദിവസം മലൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞുണ്ട്, നല്ല കാട്ട മഞ്ഞ് വരുന്നുള്ളൂ. ഇതിൻ്റെ മേലൊക്കെ പോയാൽ ഉണ്ടാവും, അപ്പുറത്തേക്ക് ഇങ്ങനെ പോയാൽ. ആയിക്കൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി നിർത്തി, അപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ചാമ്പി. ഇപ്പം മണ്ടാണ് കേട്ടോ, മഞ്ഞുകൂടെ മണ്ടാണ് കേട്ടോ.
ഗായ്സ് ഇതാണ് നമ്മളെ സ്ഥലം. ദിസ് ഈസ് എ ഹെവൻ. ഇത് കിടന്നു നോക്കിയാലോ? കിടക്കല്ലേ? ഞാൻ കിടക്കാനല്ലേ പോയിട്ടുണ്ട്. എന്നിട്ടോ ഞാൻ കിടക്കട്ടെ. ഓ മൈ ഗോഡ്. ആയിരുന്നോ? I am already dead, bro. കാട്ട മഞ്ഞടാ, കാട്ട മഞ്ഞ്. ഓ ഇരുന്നോട്ടോ. ആ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മഞ്ഞ്. വാ, ഇത് നമ്മളെ നാട്ടിൽ കാണാൻ കിട്ടില്ല കേട്ടോ. ഇതിന് കാശ്മീർ തന്നെ വരണം കേട്ടോ. അടിപൊളിയാണ്, നൈസാണ്. ചാമ്പലും പൊളിയാണ്. കൂട്ടത്തെ ഇവിടെ ചാമ്പലാണ് കേട്ടോ. ആരും പോയി ചതിയിൽ ചാടരുത്. ഹലോ, അതായത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ 300 ആയിട്ടോ. ഇവിടെ ഇപ്പോ സാധനത്തിന് വലിച്ചോണ്ടാകുമ്പോ 100 റുപ്യ. ഇവിടെ എന്താ എഴുതിക്കണല്ലോ? ഹയാത്ത് 6 VA എന്തൊക്കെയോ വണ്ടി എഴുതിച്ചേക്കണം അവിടെ. ഓ നടക്കാൻ വെച്ചിട്ട് ഭയങ്കര ക്ഷീണം. എന്നോട് എപ്പോഴാ അയാൾ മതിയാർക്ക് പറഞ്ഞ 500 റുപ്യക്ക് വലിച്ചുണ്ടാവാന്. ആണേ, കേൾക്കൂല. മലയാളികളെ സ്ഥിര സ്വഭാവമാണിത്. ആണേ. പക്ഷെ ചാമ്പലിന് വാങ്ങൂല, അത് മലയാളികളെ സ്ഥിരം സ്വഭാവമാണ്. ഓൾറെഡി ഇപ്പം നമ്മൾ കുറച്ച് ചാമ്പിക്കണേ. പിന്നെ വണ്ടി വെക്കുന്നതുകൊണ്ട് വണ്ടിക്ക് സേഫ്റ്റി വേണ്ടേ. 600 റുപ്യ കൊടുത്തു കേട്ടോ വണ്ടിക്കല്ല, നമ്മളെ ഈ ഇട്ട ഷൂവിനും പിന്നെ പാളസൂസിനും പിന്നെ കോട്ടിനും. ഓ കജ്ജിങ്ങാലൊന്നും പൊന്തണില്ല കേട്ടോ ഗായ്സ്. കൈയും കാലും മാത്രല്ല, ഒന്നും പൊന്തണില്ല. മൂത്രയിച്ചാൽ പോലും വയ്യ ഗായ്സ്. ഇതാ ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇങ്ങോട്ട് നടന്നു വരാൻ കയ്യായി ഒന്നുമില്ല. അതാണ് ഓല് വലിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞത്. ഇതൊക്കെ ആസാൻ കുഴങ്ങിക്കണ, ആകെ കുഴങ്ങിക്കണ ആസാൻ. ഷാറുഖ് ഖാൻ അടിച്ചു പോയി ഗായ്സ്. അയ്യോ, ഒന്നായിട്ട് പല്ലൊക്കെ അടിച്ചു പോകും ചിലപ്പോൾ. പല്ലൊക്കെ കൊഴിഞ്ഞാടും. അമ്മായി തണുപ്പാടാ. കുറച്ചിച്ച തിന്ന, പയ്യെ തിന്നാ പനയും തിന്നാ. അത്രേ ഉള്ളൂ. ഏതാണ മാറി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് പുതിയ ഐസ് വ്ളോഗ് തുടങ്ങാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഐസ് എങ്ങനെ തിന്നാം. സ്നോഫാളൊന്നും ഇല്ല കേട്ടോ. സ്നോഫാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ആഹ്ലാദിച്ചായിരുന്നു. കുടുക്കിങ്ങനെ പൊട്ടുണ്ട്. ഒരു മരം ഉണ്ടാക്കല്ലോ ഇവിടെ. ആ ഗായ്സ്, അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഫുള്ള് സ്നോഫാൾ കേട്ടോ. ഓ എൻ്റെ പൊന്നാരെ, തണുപ്പ് സഹിക്കാൻ വയ്യ. ഇടയ്ക്ക് സ്നോഫാൾ ഇങ്ങനെ പെയ്യന്നെ, വേറെ ഒരു രക്ഷയില്ല. ഓ ഒരു 12 മണിയൊക്കെ ഉച്ചയൊക്കെ ആയപ്പോൾ അങ്ങനെ സ്നോഫാൾ പെയ്യൽ തുടങ്ങി. ഇങ്ങോട്ട് നോക്കിയോ അന്തരീക്ഷം ആകെ. വേറെ നിവർത്തില്ല ഗായ്സ്,
കുത്തി കേടാണ്ടാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞു. ചെക്കൗട്ട് ചെയ്യാൻ കേട്ടോ. ചെക്കൗട്ട് തന്നെയല്ലേ എന്താ പറയുക? ആ അങ്ങനെ ഇവിടുന്ന് പോവാൻ കേട്ടോ. നമ്മളെ ചാമ്പ്യ കടയാണിത്. നമ്മളെ ഇതാക്കണേ എല്ലാത്തിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാമ്പ്യ കടയാണിത്. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു 100 റുപ്യ കുറഞ്ഞിരിക്കണത്. ഒരാൾക്ക് 400 റുപ്യാണ് ഷൂവും കോട്ടും പാടിയും വാങ്ങണത്. യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അവരെ കടൻ്റെ ഒരു വ്ളോഗ് എടുത്തത് എന്തായാലും വീഡിയോ വരില്ല. ഉഷാറായി പറയട്ടോ. അപ്പോൾ ഫുൾ കട്ടപ്പോഹ ഇനി സംഭവം അടിപൊളിയാണ്, നൈസാണ്. നമ്മൾ മണാലി മുന്നേ പോയിന് സോളോങ് വാലി അത്രയൊന്നുമില്ല. അവിടെയൊക്കെ നമ്മളെ മുട്ടിൻ്റെ അവിടെ പൂളും മഞ്ഞ്. അപ്പോൾ ഈ കോട്ടും ഇതൊക്കെ എടുത്തതിന് മുതലാവുള്ളൂ കേട്ടോ. ഇവിടെ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കൊടുത്ത പൈസക്കുള്ള മുതലൊന്നും ഇല്ല. പിന്നെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല അടിപൊളി മല. മഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടപ്പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറും ഇത് കാണൂലേ, പൂയും തെർമാലി, അതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ. വെറും മഞ്ഞ്, വേറൊന്നും എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നുമില്ല. പിന്നെ ഒരു സാധനത്തുമ്മൽ ഇങ്ങനെ കയറ്റി വലിച്ചിങ്ങനെ കൊണ്ടുപോകും. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ നടക്കാം. എന്താ വെച്ചാൽ നടക്കാൻ കഴിയാത്ത വയസ്സായാൽക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓൽക്കുവാണെങ്കിലും ഓക്കെ. പക്ഷേ അതിനെ കുറേ ബാർഗെയിൻ ചെയ്താലേ കിട്ടുള്ളൂ. ആദ്യം 2000 ഒക്കെ പറയും കേട്ടോ. ബാർഗെയിൻ ചെയ്ത് താത്തി കഴിഞ്ഞാൽ അവസാനം നമുക്ക് 300 റുപ്യ വരെ പറഞ്ഞ പോലെ. നല്ല ബാർഗെയിൻ ചെയ്താലേ, അതായത് നമുക്ക് നടക്കാൻ കഴിയാതെ വയസ്സായ കാലിന് സുഖമില്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, അതിൽ പോകണമെങ്കിൽ നല്ല ബാർഗെയിൻ ചെയ്തിട്ടേ കിട്ടുള്ളൂ. അല്ലാതെ തീരും കഴിയില്ല. ഇവിടെ ഒന്നും പിടിച്ച് നിൽക്കാൻ തന്നെ കഴിയില്ല. ഒരു സാധനം തൊട്ട് കഴിഞ്ഞാൽ പൈസയാണ് ഇവിടെ. എന്നാൽ ഏതായാലും നമുക്ക് പോകല്ലേ? പോവാം. ഇനി അടുത്ത പ്ലേസ് എങ്ങോട്ടാന്ന് അറിയില്ല. നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് കാണാം കേട്ടോ. ഗൈസ് നമ്മൾ വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ കണ്ട വഴിയിലൂടെ നടന്ന് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തെത്തി. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് മഞ്ഞുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. വണ്ടിയൊക്കെ സേഫ് അവിടെ തന്നെ അല്ലേ. മസാല കയറാണ്. ഒട്ടും പെട്ടെന്ന് നമ്മൾ കാണാം. ആരും ഉണ്ടാക്കാത്ത നൂഡിൽസ്. നിങ്ങൾ ബ്രെഡ് മൊത്തം ഇട്ടിട്ട് പൗതി ബ്രെഡ് തീ കണ്ടിട്ടോ രണ്ട് മിക്സ് ആക്കി, ആകെ മുറിച്ചിട്ട് മിക്സ് ആക്കി. ബ്രെഡ് ഒടുക്കത്തെ കട്ടിയിട്ടോ ഗൈസ്, അത് പിന്നെ വേറെ വഴിയില്ല. അതെ, ബ്രെഡ് നമുക്ക് കടിച്ച് മുറിച്ച് ഭയങ്കര തണുപ്പോണ്ടേ, തണുപ്പ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബ്രെഡ് തീ കിട്ട് അതിന് മുമ്പ് ഞങ്ങൾ പോരിക്കോ. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോകട്ടോ നൂഡിൽസ് പ്ലസ് ബ്രെഡ്. എന്താ അവസ്ഥ എന്നൊന്ന് നോക്കട്ടെ. ഉണ്ടോളേ ആരും ഇതനുകരിക്കരുത്, 5 പൈസക്കില്ല. ഉപ്പന്നല്ല, ഒക്കെ ബ്രെഡ് പിടിച്ചോണ്ട് പോയി. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിച്ചോ. ബ്രെഡ് നൂഡിൽസ് സാൻഡ്വിച്ച് വെറൈറ്റി ഫുഡുകളാണ്. ഓരോ യാത്രയിലും ഓരോ പഠനങ്ങൾ. ഇടയ്ക്കൊക്കെ യാത്രകൾ പോകണം.
ഒന്നില്ലെങ്കിലും പെരൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പോയാണ്ട് ഇങ്ങനെ പോയി ഉണ്ടാക്കി വെക്കണം. കൊറോണ കാലത്ത് കുറേ ആൾക്കാർ ഉണ്ടാക്കിനി, അന്നൊക്കെ പോലീസ് തച്ചാട്ടി ചെയ്തിനി ഓരോ കാട്ടുന്നൊക്കെ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫണ്ടാസ്റ്റിക്കൽ അമേസിങ് അസോസിയേഷൻ. ചീന്തിയല്ലോടാ നീ അതിനെ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാട്ടോ, പള്ളാർക്കട്ടെ, നിറയെ നോക്കട്ടെ കേട്ടോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ തിന്നാനുള്ളതൊക്കെ തിന്നു, ഉഷാറായി. പള്ളം നിറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം വിശപ്പൊക്കെ മാറിട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ആ ബ്രെഡ് നൂഡിൽസ് കിട്ടത് ചെറിയൊരു പോയത്തായി പോയി, ഉപ്പും കാര്യങ്ങളൊക്കെ വളരെ കമ്മി. എന്നാലും കുഴപ്പമില്ല, ഇനി തിന്നാനൊക്കെ കഴിയുന്നുണ്ട്. ഞാനും ട്രൈ ചെയ്യരുത്, അത്ര പറയാനുള്ളൂ. നമുക്ക് ഒക്കെ എടുത്ത് പോവുക. പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടരുത്. പ്ലാസ്റ്റിക് നമുക്ക് പെറുക്കിയാണ്ടേ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിടാം. ഓക്കെ, പിടിച്ചാ വേസ്റ്റിലിട്ടാൽ മതി. എടുക്കുന്നുണ്ടോ? ഫുള്ള് ബ്ലോക്ക്, ആടുംകൂട്ടങ്ങൾ വന്നിട്ടേ. ഹൈവേ പാലത്തും ബ്ലോക്ക് കിട്ടോ, ആടെ കൊണ്ട് ആറാട്ട് NH1 NH1 ഈ ആട്. നമ്മളങ്ങനെ ഗുൽമാർഗിലൊക്കെ പോയി, ശ്രീനഗർ പോയി. ഹായ് ഹായ് ഹായ്. ഒരു രണ്ടാളും ഉണ്ടോ നമ്മളപ്പോൾ അവിടെ ഉണ്ടാവല്, അവിടുത്തെ ആ ബെഡിലുണ്ടാവും. നമ്മൾ ഇന്നാൾ എടുത്തതിന് റൂം തന്നെ 2 ദിവസം മുന്നേ എടുത്തതിന് ഇത് തന്നെ ഇനി നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഗുൽമർഗ് പോയാണ്ട് ശ്രീനഗർ പോയി. പ്ലേസ് കാനായി प्लेस का नहीं, प्लेस जगह का नाम बानीहाला सर. बानीहाल हाँ, बानीहाल എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഹോട്ടലിന് A1 ഹോട്ടൽ, A1 ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ 300 രൂപയ്ക്ക് തന്നെ റൂം കിട്ടി. നെയിം ഷാഹിദ് എന്നാണ് പേര്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒക്കെ ഇതാക്കണത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ, നിസ്കരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് സെറ്റാക്കി വന്നിട്ട് നമുക്ക്. അതായത് ഒരു പണി എടുത്തിട്ടില്ല, നമ്മളെ സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓല വിരിച്ച് ഒക്കെ സെറ്റാക്കി. ഓൽക്ക് അത്ഭുതം. നമ്മൾ നിസ്കരിക്കാനും വേണ്ടി ചോദിച്ചപ്പോൾ ഉടനെ പെര ഇങ്ങോട്ട് ഒക്കെ ചോദിച്ചു. ഓൽക്ക് ആകെ ഒരു ഇതായിക്കണേ നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും നമ്മൾ നിസ്കരിച്ച് എഡിറ്റ് ചെയ്ത് ഇന്ന് കിടക്കണം. അപ്പം ഇതവിടെ അവസാനം തണുത്തിട്ട് കെടുക്കൽ തുടങ്ങിയിരിക്കണ്. ഇനി ഏതായാലും നിസ്കരിച്ചാണ്ട് നല്ല ഉഷാറായിട്ട് കിടക്കണം. ഫുഡൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചു. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ.